ദർശിന്റെ വായിൽ നിന്നും കേട്ട വാക്കുകളിൽ അതിന്റെ സത്യമറിയാൻ വേദ ദേവന്റെ റൂമിലേക്ക് ഓടുകയായിരുന്നു. വേദ ഓടിയിട്ടും ഓടിയിട്ടും അവൾ ദേവന്റെ റൂമിലേക്ക് എത്താൻ കഴിയുന്നില്ലായിരുന്നു. അവളുടെ കാലുകൾക്ക് വേഗത കുറഞ്ഞതുപോലെ. ദേവന്റെ മുറിയിലേക്ക് അവൾ ഒരു നിമിഷം പോലും സമയം കളയാതെ കയറി. അകത്ത് കയറുന്ന ഓരോ നിമിഷവും എന്തോ കണ്ടെത്താനുള്ളൊരു വ്യഗ്രതയായിരുന്നു വേദയിൽ മുന്നിട്ട് നിന്നത്. അതിനാൽ തന്നെ അവൾ മറ്റൊന്നും ആലോചിക്കാതെ വേഗം മേശയിലിരിക്കുന്ന ദർശന്റെ ആ പഴയ കുടുംബ ഫോട്ടോ അവൾ എടുത്തു നോക്കി. എത്ര ശ്രമിച്ചിട്ടും അതിൽ നിന്നും അവൾക്കൊന്നും കണ്ടെത്താനായില്ല. അവൾ അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പുറകിൽ നിന്നും ദർശന്റെ ശബ്ദം കേട്ടു. വേദ, നിനക്കത് കണ്ടുപിടിക്കാനാകില്ല. അത്രയും പറഞ്ഞ ദർശൻ ആ ഫോട്ടോ എടുത്ത് കാണിച്ചു. എന്നിട്ട് അതിനുള്ളിൽ നിന്നും ഒരു പിൻഹോൾ ക്യാമറ ഉണ്ടായിരുന്നു. വേദ അത്ഭുതത്തിൽ നോക്കുമ്പോൾ തന്നെ ആ ക്യാമറയിലുള്ള മെമ്മറി അവൻ എടുത്തു. വർഷങ്ങൾക്ക് മുമ്പായിട്ട് പോലും ദേവൻ സാങ്കേതികമായി വളരെ മുന്നറിവുള്ള ആളായതിനാൽ ആ കാലത്ത് വിപണിയിൽ വന്നിട്ടില്ലാത്ത ഒരു പ്രോട്ടോടൈപ്പ് ഉപകരണം അയാൾ അതിൽ സംഘടിപ്പിച്ചിരുന്നു. അതിനാൽ തന്നെ ആ വീഡിയോ അത്രയും ക്ലാരിറ്റി ഇല്ല എങ്കിൽ പോലും അതിനൊരു കേടുപാടും ഉണ്ടായിരുന്നില്ല. വേദ ആ വീഡിയോയിലേക്ക് നോക്കി. ആ വീഡിയോയുടെ സാരാംശം എങ്ങനെയായിരുന്നു? ദേവനുള്ള ആ റൂമിൽ നന്ദനും ഒപ്പം ധീരയുമുണ്ട്. എല്ലാ സത്യങ്ങളും തിരിച്ചറിയുന്നതിന്റെ ഞെട്ടലായിരുന്നു ദേവൻ. ഒപ്പം തന്നെ ധീരയുടെ വായിൽ നിന്നും തൻ്റെ ഭാര്യയുടെ ശവശരീരത്തിൽ നിന്നാണ് ആ ക്രീം ഉണ്ടാക്കിയത് എന്ന കാര്യവും ദേവൻ അറിയുന്നു. അതിന്റെ ഷോക്കിൽ ഞെട്ടി നിൽക്കുന്ന ദേവൻ കാണുന്നത് ധീരയും നന്ദനും പരസ്പരം ചുംബിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ദേവൻ ഒന്നും മിണ്ടിയില്ല. ഒന്നും മിണ്ടാനോ കാണാനോ ഉള്ളൊരവസ്ഥയിലായിരുന്നില്ല. തൻ്റെ പ്രിയതമയുടെ ശരീരത്തിൽ നിന്നാണ് താൻ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തൻ്റെ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ തൻ്റെ ക്രീം എന്ന കാര്യം ദേവനിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവൻ്റെ മനസ്സ് അതിനെ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ധീരയും നന്ദനും വന്ന് ആ മെഡിസിനെ പറ്റി ചോദിക്കുന്നുണ്ട്. ആദ്യമൊക്കെ ദേവൻ അത് പറഞ്ഞില്ല, അത് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. കാരണം തൻ്റെ മകന് വേണ്ടി താൻ ആകെ ചെയ്ത ഒരു കാര്യമാണത്, അത് തരാൻ കഴിയില്ല എന്ന് അയാൾ ഉറപ്പോടെ പറയുന്നു. അപ്പോഴാണ് ധീര അയാളുടെ മുന്നിൽ നിന്ന് ആ സത്യം പറയുന്നത്, അയാളുടെ ഭാര്യയായ ധരണിയെപ്പറ്റി. അവർ ഇങ്ങനെയായിരുന്നു പറഞ്ഞത്: ദേവൻ, നിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു. നിന്നെ ആദ്യമായി ഞാനാണ് സ്നേഹിച്ചത്. കോളേജിൽ താൻ എന്നാണോ വന്നത് ആ നിമിഷം മുതൽ നിങ്ങൾ എനിക്കൊരു അധ്യാപകൻ മാത്രമായിരുന്നില്ല, എനിക്കെൻ്റെ പ്രണയവുമായിരുന്നു. അത്രയും സൗമ്യമായിരുന്ന ധീരയുടെ ശബ്ദം ഒറ്റ സെക്കൻഡ് കൊണ്ടാണ് മാറിയത്. അവർ പകയോടെ ദേവന്റെ മുന്നിൽ വന്നു നിന്നു. എന്നിട്ട് ഇന്നും എൻ്റെ ഇഷ്ടങ്ങൾക്കൊരു വിലയില്ലായിരുന്നു. കാരണം കുടുംബത്തിലെ ആളുകൾ പറയുന്നതനുസരിച്ച് അടങ്ങി ഒതുങ്ങി പൂച്ചക്കൊട്ടിയെ പോലെ നിൽക്കുന്ന അവൾ എല്ലാവർക്കും നല്ലവളും എൻ്റെ ഇഷ്ടങ്ങൾക്ക് വാല്യൂ കൊടുത്ത ഞാൻ എല്ലാവർക്കും വെറുക്കപ്പെട്ടവളുമായിരുന്നു. പക്ഷെ തന്നോട് എനിക്ക് പ്രണയമായിരുന്നു. എന്നാൽ അതും അവൾ എന്നിൽ നിന്നും തട്ടിയെടുത്തു. ആ പറയുന്ന സമയം അവളുടെ മുഖം ഒരുമാതിരി പൈശാചികമായിരുന്നു. ദേവൻ ഞെട്ടലോടെ നോക്കി. ധീര തുടർന്നു: നിന്റെ കണ്ണുകൾ എന്നെ കടന്ന് അവളിൽ ചെന്നത് എനിക്ക് സഹിച്ചില്ല. ബാക്കിയെല്ലാം എനിക്ക് വേണ്ട എന്ന് വെക്കാൻ പറ്റുമായിരുന്നു, നിന്നെ ഒഴിച്ച്. അതുകൊണ്ട് തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തിയപ്പോൾ സ്നേഹത്തിന്റെ പേരിൽ അവളെ ഞാൻ വീട്ടിൽ തിരിച്ചു വിളിച്ചു വരുത്തിയതും ഒപ്പം അവളോ ജീവനോടെ ഞാൻ കത്തിച്ചതും. മരിക്കുന്ന സമയത്ത് അവൾക്ക് നിന്റെ പേര് പറയാൻ മാത്രമേ സമയമുണ്ടായിരുന്നുള്ളൂ. പുച്ഛം നിറച്ച ആ വാക്കുകളിൽ ധീര പറയുമ്പോൾ ദേവൻ വല്ലാതെ കിടുകിടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ധീര തുടർന്നു: അവൾക്ക് അവസാനമായിട്ട് നിന്നെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരിത്തിരി ജീവൻ വെച്ച് കത്തിക്കരിച്ച ശരീരം നിനക്ക് മുന്നിൽ ഞാൻ എത്തിച്ചത്. പക്ഷെ എന്ത് ചെയ്യാൻ, നീ അവളെ നിന്റെ പരീക്ഷണ വസ്തു മാത്രമാക്കി കണ്ടു. സാരമില്ല, ഉണ്ടല്ലോ നിന്റെ മക്കളെ നീ ഉണ്ടല്ലോ. ഹേ ധീര, പ്ലീസ് എന്റെ മക്കളെ ഒന്നും ചെയ്യരുത്.
ധീരയുടെ വാക്കുകൾ കേട്ടതും അത്രയും സമയമുണ്ടായിരുന്ന വിഷമങ്ങളെല്ലാം മാറിവെച്ച് ദേവൻ പാഞ്ഞെടുത്തു. അപ്പോഴേക്കും അവിടെ ദർശിന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ടു. പിന്നെ ദേവൻ അവിടെ നിന്ന് ഓടുന്നതാണ് ആ വീഡിയോയിലുള്ളത്. കുറച്ചു കഴിഞ്ഞ് തിരികെ വന്ന് എന്നിട്ട് കണ്ണീരോടെ വാതിലടയ്ക്കുന്നു. അവസാനം ഫാനിൽ കയറിട്ട് തൂങ്ങുന്നതായിരുന്നു അവസാനമുണ്ടായിരുന്ന ആ അവസാന ഭാഗത്ത് ആ വീഡിയോയിലുണ്ടായിരുന്നു. മുഴുവൻ കാണാനാകാതെ വേദ പെട്ടെന്ന് ലാപ്ടോപ്പ് അടച്ചു. എന്നിട്ട് ദർശനെ നോക്കി. ദർശൻ തുടർന്നു. അന്ന് അച്ഛൻ ഓടി വരുമ്പോൾ കാണുന്ന കാഴ്ച അടികൊണ്ട് കിടക്കുന്ന എന്നെയാണ്. പക്ഷെ എന്നെ അദ്ദേഹം രക്ഷിക്കാൻ പോലും ശ്രമിക്കാതെ തിരിച്ചോടുന്ന കാഴ്ചയാണ് ഞാനന്ന് കണ്ടത്. ആ നിമിഷമാണ് ആ മനുഷ്യനെ ഞാൻ ആദ്യമായി വെറുത്തത്. പക്ഷെ പിന്നെ മനസ്സിലായി, ഞങ്ങളുടെ ജീവന് വേണ്ടി ആ 2 വൃത്തികെട്ടവരുടെ മുന്നിലും കാലുപിടിക്കാൻ പോയതാണ് അച്ഛനെന്ന്. പക്ഷേ എല്ലാം ഞാൻ അറിഞ്ഞപ്പോൾ സമയം കടന്നുപോയി. ദർശൻ തോറ്റുപോയി എല്ലാവർക്കും മുന്നിലും. ബാക്കി പറയാനാകാതെ ദർശൻ ആകെ തളർന്നുപോയി. അവന്റെ പിടച്ചിലും വേദനയും മനസ്സിലാക്കിയ വേദയ്ക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. കാരണം അതിനു മുമ്പ് തന്നെ റൂമിൽ നിന്നും ദർശ് പോയിരുന്നു. ഏതാണ്ട് ഒരു രക്ഷപ്പെടൽ എന്ന പോലെ. സമയം രാത്രി ഒരുപാട് പിന്നിട്ടിരിക്കുന്നു. വേദയിൽ ആകെ വല്ലായ്മയായിരുന്നു. താൻ അറിയുന്ന കാര്യങ്ങൾ അതെത്രമേൽ അവളെ ഞെട്ടിക്കുന്നു എന്നത് വേദയ്ക്ക് തന്നെ മനസ്സിലാകുന്നില്ലായിരുന്നു. അവളുടെ ഓർമ്മകൾ കുറെ വർഷങ്ങൾക്ക് പുറകിൽ വന്നു നിന്നു. വേദയുടെ ഓർമ്മയിൽ അന്ന് ചോര ഒലിപ്പിച്ച് തനിക്ക് അരികിലേക്ക് വന്ന ദേവനായിരുന്നു. ഒരുപക്ഷെ അന്ന് തന്റെ അച്ഛനും അമ്മയും തന്നെ വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഇന്നിതിവിടെ വരെ എത്തുമായിരുന്നു. ചിലപ്പോൾ ദേവച്ചൻ ജീവിച്ചിരുന്നേനെ. ആ ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ജനിപ്പിച്ചവർ ഒരു രാത്രി അവളെ ഒറ്റയ്ക്കാക്കിയ ദിനം. ആ ഓർമ്മകൾ ഇപ്പോഴും വേദനയിൽ ഞെട്ടൽ പടർത്താറുണ്ട്. ആ ഒറ്റപ്പെടൽ ഇപ്പോഴും അവളിൽ വേദന നിറയ്ക്കാറുണ്ട്. അത് ആലോചിച്ചു നിൽക്കുമ്പോൾ തന്നെ വേദയിൽ ദർശന്റെ മുഖം നിറഞ്ഞു. അവന്റെ ജീവിതത്തിൽ കടന്നുപോയ നിമിഷങ്ങൾ ഓർത്തൊന്ന് വേദ പെട്ടെന്ന് എഴുന്നേറ്റുകൊണ്ട് പുറത്തേക്ക് പാഞ്ഞു. അവൾക്ക് ആ നിമിഷം ദർശനെ കാണണമെന്നായിരുന്നു. എന്നാൽ റൂമിന് പുറത്തിറങ്ങിയ വേദ അവിടെ എങ്ങും അവനെ കണ്ടില്ല. അവസാനം അവൾ ദേവന്റെ റൂമിനകത്തേക്ക് ചെന്നു. അകത്ത് കയറിയതും അവൾ കണ്ട കാഴ്ചയിൽ വേദയുടെ കണ്ണുകൾ നിറഞ്ഞു. കാരണം അകത്ത് വെറും നിലത്ത് തന്റെ തലമുടിയിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ് ദർശ്. വേദ ആ കാഴ്ചകളെ അവളെ വല്ലാതെ തളർത്തി കളഞ്ഞു. കാരണം ദർശന്റെ അവസ്ഥ അത്രയ്ക്ക് മോശമായിരുന്നു. വേദ പതിയെ അവന്റെ അടുത്തേക്ക് വന്ന് അവന്റെ അടുത്തായിരുന്നു. അവളുടെ സാമീപ്യം മനസ്സിലായ ദർശ് പതിയെ തല ഉയർത്തി അവളെ നോക്കി. അവന്റെ കണ്ണുകളിലെ വേദന അത് വ്യക്തമായി അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. വേദ അവനെ ഒന്ന് നോക്കി. അവൾക്ക് അവനോട് പറയാൻ വാക്കുകളൊന്നുമില്ലായിരുന്നു. എന്നാലും പറഞ്ഞു, കിടക്കുന്നില്ലേ? എങ്ങനെ എത്രയെന്ന് വെച്ചാണ്? മുന്നോട്ട് പോയല്ലേ പറ്റൂ. എന്നാൽ അവന്റെ വാക്കുകൾ അവനെ കുറ്റബോധത്തിലാക്കുകയായിരുന്നു. അതേ ഭാവത്തിൽ തന്നെ അവളെ നോക്കിയിട്ട് ദർശു പറഞ്ഞു തുടങ്ങി. അറിയില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. ആകെ ഒരു വല്ലായ്മയാ. സ്വയം അഹങ്കരിച്ച് ജീവിച്ച ഞാൻ പെണ്ണ്, മദ്യം, ലഹരി, അങ്ങനെ എല്ലാം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതൊരു തരം ജയമായിരുന്നു. നിന്നോടുള്ള പക, അച്ഛനോടുള്ള പക, അമ്മയോടുള്ള സ്നേഹം, അമ്മയെ രക്ഷിക്കാൻ പറ്റാതെ നിന്നതിൻ്റെ വേദന, അനിയത്തെ രക്ഷിക്കാൻ കഴിയാത്തതിൻ്റെ വേദന, ഈ വികാരങ്ങളെല്ലാം തന്നെ എന്നെ ഒരു ചെകുത്താനാക്കുകയായിരുന്നു. വേദ ദർശന്റെ വാക്കുകളിൽ ശ്രദ്ധിച്ചു നിന്നു. അവൻ തുടർന്നു. വേദ, നീ കാണുന്നതിനപ്പുറം ഒരു ദർശുണ്ട്. എല്ലാവരും പേടിക്കുന്ന ഒരു ഡബിൾ. ആളുകൾ ഭയപ്പെടുന്നത് എനിക്കിഷ്ടമാണ്. അവരുടെ ചോര എനിക്കിഷ്ടമാണ്. ആളുകൾ വേദനിച്ച് കാണാൻ എനിക്കിഷ്ടമാണ്. മറ്റുള്ളവരുടെ കണ്ണീരുകളും വേദനയും അവരിൽ നിന്നൊഴുകുന്ന ചോരയും ഒരുതരം ഭ്രാന്തായിരുന്നു എനിക്ക്. അവന്റെ വെളിപ്പെടുത്തലുകൾ വേദയിൽ ഞെട്ടലും ഭയവും ഒരുപോലെ നിറഞ്ഞു. ദർശു തുടർന്നു. ധീര, എൻ്റെ അമ്മയുടെ രൂപത്തിൽ അവൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ, അവരുടെ വളർത്തുനായായി ഞാൻ അവരുടെ മുന്നിൽ നിൽക്കുമ്പോൾ
അവരറിഞ്ഞില്ല എൻ്റെ ഉള്ളിൽ ഒരു ചെകുത്താൻ വളരുന്നുണ്ട് എന്ന്. ഞാനും എല്ലാം നേടി എന്ന രീതിയിൽ നിന്നിട്ട് പോലും എൻ്റെ മുന്നിൽ നിന്ന ചതി ഞാനും അറിഞ്ഞില്ല. ദർശന്റെ വെളിപ്പെടുത്തലുകൾ പക്ഷെ വേദ ഞെട്ടി നിൽക്കുകയാണ്. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ കണ്ണുകൾ അടച്ചു പകയോടെ നിൽക്കുകയാണ്. പക്ഷെ പെട്ടെന്നാണ് വേദ അത് ആലോചിച്ചത്. പക്ഷേ എന്തുകൊണ്ടാണ് പോലീസിൽ അറിയിച്ചത്? എനിക്ക് പോലും അവരെ കൊന്നുകളയാനുള്ള ദൂഷ്യമുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും താൻ... വേദയുടെ വാക്കുകളിൽ അത്ഭുതമായിരുന്നു. അവൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നത് അവളുടെ കണ്ണുകളിൽ നിന്ന് തന്നെ ഉറപ്പായിരുന്നു. എന്നാൽ അതിന് മറുപടി ഒന്നും പറയാതെ ദർശ അവളെ തന്നെ നോക്കിയിരുന്നു. അവളുടെ കണ്ണുകളിൽ, അവളുടെ ചുണ്ടുകളിൽ, അവളുടെ മൂക്കിൽ, അങ്ങനെ എല്ലായിടത്തും അവന്റെ കണ്ണുകൾ പാഞ്ഞുകൊണ്ടേയിരുന്നു. ഇതേ സമയം വേദയും അവന്റെ മുഖത്തെ ഭാവമാറ്റങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ദർശ ചോദിച്ചു, നമുക്ക് റൂമിലേക്ക് പോയാലോ? അവന്റെ ആ ചോദ്യത്തിൽ അവളൊന്ന് പതറി. അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. എന്തൊക്കെയാണ് എങ്കിലും വേദയുടെ കഴുത്തിൽ താലി കെട്ടിയവനാണ് ദർശൻ. ആ അവകാശം അവൻ ഒരിക്കൽ പോലും അവളോട് എടുത്തിട്ടില്ല. എന്നാൽ അന്ന് അവന്റെ ഉള്ളിൽ പകയായിരുന്നു. പക്ഷെ ഇപ്പോൾ ദർശന്റെ ഉള്ളിൽ എന്താണ് എന്ന് പറയാതെ തന്നെ വേദയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അതിനാലാണ് അവളുടെ ഉള്ളുമൊന്ന് ഇടറിയത്. അപ്പോഴേക്കും ദർശ എഴുന്നേറ്റ് അവളുടെ നേരെ കൈകൾ നീട്ടി. ആലോചനയോടെയാണ് എങ്കിലും അവന്റെ കൈ നീട്ടി കയ്യിൽ പിടിച്ചവൾ പതിയെ എഴുന്നേറ്റു. പക്ഷെ പെട്ടെന്നാണ് ദർശ വേദയെ തന്റെ കൈകളിൽ കോരിയെടുത്തത്. ഞെട്ടിപ്പിടഞ്ഞ് അവന്റെ കൈകളിൽ നിന്നും ഇറങ്ങാൻ ശ്രമിച്ചു. പക്ഷെ അവൻ ബലമായി അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. വേദയുടെ മുഖം ഇപ്പോൾ അവന്റെ നഗ്നമായ നെഞ്ചിലാണ്. അവനിൽ നിന്ന് ഉയരുന്ന അവൻ്റെതായ ഗന്ധം അവളുടെ മൂക്കിലേക്ക് അടിച്ചു കയറി. അതിനാൽ തന്നെ അവളിൽ എന്തൊക്കെയോ മാറ്റമുണ്ടാകുന്നത് വേദ അറിഞ്ഞു. എന്നാൽ അനങ്ങാൻ പോലും കഴിയാതെ അവൻ ചേർത്ത് പിടിച്ചിരിക്കുന്നതിനാൽ വേദയൊന്നും ചെയ്യാനാകാതെ അവന്റെ കൈകളിൽ കിടന്ന് ദർശന്റെ മുഖത്തേക്ക് നോക്കി. ദർശന്റെ കണ്ണുകൾ വേദയിലായിരുന്നു. അവന്റെ കണ്ണുകളിൽ പ്രണയമായിരുന്നു. ആ കണ്ണുകളിൽ നിറയെ കുറ്റബോധമായിരുന്നു. ഒപ്പം തന്നെ അവന്റെ കണ്ണുകൾ പലതവണ പല രീതിയിൽ ക്ഷമ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ദർശ പറയാതെ തന്നെ വേദ മനസ്സിലാക്കി. ദർശ ഒന്നും മിണ്ടാതെ അവളുമായി റൂമിലേക്ക് കയറി. എന്നിട്ട് തന്നെ നോക്കി സംശയത്തോടെ തന്റെ കൈകൾ കിടക്കുന്ന വേദയെ സുരക്ഷിതമായി ബെഡിലേക്ക് കിടത്തി. എന്നിട്ട് അവൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നതിന് മുമ്പ് അവൻ പതിയെ അവളുടെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് കിടന്നു. വേദ പെട്ടെന്ന് പിടയാൻ തുടങ്ങി. പക്ഷെ ദർശ അത്രമേൽ സൗമ്യമായി പറഞ്ഞു, വേദ പ്ലീസ്, ഞാനൊന്നും ചെയ്യില്ല, എനിക്കൊന്ന് ഉറങ്ങണം പ്ലീസ്. അവന്റെ വാക്കുകളിൽ അവളോട് അപേക്ഷയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ വേദ ഒന്നും മിണ്ടാതെ കിടന്നു. അപ്പോഴേക്കും ദർശ തന്നെ അവളുടെ കൈകളെടുത്ത് തന്റെ തലയിലേക്ക് വെച്ചു. അതെന്തിനാണ് എന്ന് മനസ്സിലായ വേദ പതിയെ അവന്റെ തലമുടിയിൽ തലോടിക്കൊണ്ടേയിരുന്നു. കുറച്ചു നിമിഷങ്ങൾ കഴിഞ്ഞതും അവളുടെ നെഞ്ചിലേക്ക് ചൂടുള്ള അവന്റെ കണ്ണുനീർ തുള്ളികൾ വീഴാൻ തുടങ്ങി. വേദ പിടഞ്ഞുപോയി. കാരണം ആ കണ്ണുനീരിന്റെ ചൂട് അവന്റെ ഉള്ളിൽ എത്രത്തോളം വേദനയുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. വേദ പതിയെ അവന്റെ മുഖം പിടിച്ചുയർത്താൻ നോക്കിയതിന് ഫലമായി അവൻ അവിടെ അവളുടെ നെഞ്ചിലേക്ക് ബലമായി തന്റെ മുഖം ചായ്ച്ചു വെച്ചു. കാരണം ആ കരഞ്ഞ അവന്റെ മുഖം അവൾ കാണരുത് എന്ന ആഗ്രഹത്തോടെ. പിന്നെ വേറെ ഒന്നും പറയാൻ നിന്നില്ല. സമാധാനത്തോടെ അവൻ കണ്ണുകൾ അടച്ചു. അവൻ ഉറങ്ങിക്കോട്ടെ എന്ന ആഗ്രഹത്തിൽ അവൾ പതിയെ അവന്റെ മുടിയിൽ തലോടിക്കൊണ്ടേയിരുന്നു. നിമിഷങ്ങൾ കടന്നു പോകവേ ദർശ തന്റെ ഓർമ്മകൾക്ക് കുറച്ച് സമയം അവധി വെച്ചിട്ട് അവൻ കണ്ണുകൾ അടച്ച് മയക്കത്തിലേക്ക് വീണു. തുടരുന്നു. അപ്പൊ നമ്മുടെ സസ്പെൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു എലമെന്റ് കൂടെ ഉണ്ട്. അത് നമ്മുടെ കഥയുടെ അവസാനത്തിലോട്ടൊക്കെ വരുള്ളൂ. ഇനി എങ്ങനെ, നിങ്ങളുടെ അഭിപ്രായം എന്തോ? ദർശവും വേദയും ഒന്നിക്കണോ അതോ ഒരു അകലിച്ച് കൊടുക്കണോ? എൻ്റെ ഉള്ളിൽ ഓൾറെഡി ഒരു തോട്ടുണ്ട്. പിന്നെ നിങ്ങളാണല്ലോ വായനക്കാരൻ, നിങ്ങളുടെ സജഷൻ കേൾക്കാമെന്ന് ഓർത്തു. അപ്പോൾ സജഷൻസ് കമൻറ്റിൽ പറയണം. താങ്ക് യു ഓൾ.